നമുക്ക് കിട്ടുന്ന എല്ലാം ബട്ടനും പൊട്ടനും ഒക്കെ ആണല്ലോടാ. പോണ്ട കാശിറക്കുന്ന ടീം ഉണ്ട് ഇവിടെ. കാറുമായിട്ട് പോകുന്നുണ്ട്. കാശിറക്കി കളിക്കുന്ന അന്യാളിയായിരിക്കും. ഈ ലംബോർഗിനിയുടെ സ്കിൻ എടുത്തേക്ക്. ടയർ പൊട്ടിയത്. സേവിയർമാനെ ഹായടാ. വെൽക്കം ടു ദ സ്ട്രീം. നീ വീണ്ടും ഇന്നലത്തെ കൂട്ടിൽ ആകെ അടിക്കാൻ തുടങ്ങി. ഓ അവന് ഇതിനകത്തു നിന്നാണോ വണ്ടി വന്ന് എടുത്തോണ്ട് പോയത്? ഇറങ്ങടാ വണ്ടി. എന്റെ നമുക്ക് ആ ടെസ്റ്റ് ട്രാക്കിൽ തന്നെ ഇറങ്ങാം. ഒന്നാമത്തെ പുള്ളിയും പരമോണ്ണനെ ഇത് ചെയ്തേക്കണം, ഫോളോ ചെയ്തേക്കണം. എല്ലാരും സ്കോപ്പിലൊരു ഇതടിക്കണം. ഓ ഈ ഇവൻട്രിയാ, ഐന്ന് പറഞ്ഞ ഇവൻട്രി അല്ലേ? അയ്യോ മേളിൽ പോയി ഇറങ്ങല്ലേ? താഴെ കാണാൻ വന്നിറങ്ങി. മേളിൽ പോയി ഇറങ്ങിയ തലവേദന. ഇവിടെ കൊറേ നമ്മുടെ അണ്ണാണ്ണന്മാര് ചാടും. മേളിറങ്ങാം. മേളിലിറങ്ങി ഗണ്ണിലേക്ക് പണിയാടാ, മനസ്സിലായി? താഴെ ആകുമ്പോ നമുക്ക് ആ ഇത് വേണം. നമുക്ക് ഇവിടെ എവിടെയും കണ്ണ് കാണും. ചാടിയപ്പോഴേ എന്റെ ലൈഫ് പറഞ്ഞു. ഭാഗ്യം മേളിലിറങ്ങാൻ. ഒരുത്തന്നെ ഞാൻ നോക്കിട്ടിട്ടുണ്ട് കേട്ടോ. എടാ വന്ന് എന്നെ പൊക്കാൻ വല്ല വഴിയുണ്ടോ? വരാം. ആ നോക്കിട്ടവനെ അവൻ പൊക്കുന്നുണ്ട്. നീ മേളിലാന്ന് ഇറങ്ങിയത്? ഞാൻ മേളിലിറങ്ങി. മേളിലിറങ്ങല്ലേ എന്ന് പറഞ്ഞ അവിടെ അല്ല, നിങ്ങളുടെ തൊട്ട് വേളി ഇവിടെ. ആടാ ഇവിടെ ആളുണ്ട്. ബാബാ പെട്ടെന്ന് പൊക്ക്, പെട്ടെന്ന് തൊട്. ആള് വരുന്നുണ്ട്. ഇതിനകത്ത് സ്ലോ വരുന്നു. വരട്ടെ. ഗണ്ണുണ്ടോ കയ്യില്? ഗണ്ണൊക്കെ ഉണ്ട്. അപ്പൊ കൊഴപ്പില്ല. എന്റെ ഇതേ ഉള്ളു ഈ ഗണ്ണ്. പുറകെ കൂടെ വരുവേ. വരുന്നു. അടുത്തവൻ വരുന്നു. അങ്ങോട്ട് നിക്കില്ല. ഞാനാ അണ്ണ. പബ്ജി പി സി കളിക്കാൻ മൊബൈൽ പി സി വാങ്ങളെ സീന ഗൈറ് കിട്ടട്ടെ. ഗണ്ണ് അവിടെ തന്നെ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്തുവാ ഈ നാറി? എന്തിനാണ് ഇതിന്റെ മണ്ടയ്ക്ക് മാത്രം കിടന്ന് കറങ്ങുന്നത്? നീ ഇറങ്ങുമ്പോ എന്താടാ നീ എന്ത് പറഞ്ഞ അച്ചു? പബ്ജിയില് മൊബൈലില് വരുക എന്നിട്ട് 6 ഗൈറ് ഇടുക, 6x ഇടുക, അത് 4x ഔട്ട് ആക്കുക, ആടിച്ച് കറക്കി അങ്ങ് കിട്ടാ അങ്കളെ. മാമാ സ്വർഗം. ഇവൻ ഗൈറോസ്കോപ്പ് മറ്റേ തിരിയുന്നേ അണ്ണന്റെ മറ്റേ കറങ്ങുന്ന ചെയറല്ലേ, അത്തിരുന്ന് കറങ്ങി വെട്ടിയ. കറങ്ങുന്ന ചെയർ വേണോടാ. കറങ്ങുന്ന ചെയർ ഉണ്ടെങ്കിലേ കാര്യമുള്ളതുകൊണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ടൊരു കറക്കം കറങ്ങും. അവൻ അത്രയും പറഞ്ഞിട്ട് അവൻ പോയാ?
അത് അത്രയും ഫൈറ്റ് നടന്നൊക്കെ അവനൊന്ന് താഴെ വന്നില്ലെന്നുള്ളതാണ്. ഒറ്റൊരുത്തനും കൂടെ ഉള്ളായിരുന്നു. നീ ആനെ ചാവത്തില്ലായിരുന്നു. നീ എന്നെ പടപടാന്ന് പറഞ്ഞ് വെടിവെച്ച എന്റെ ലൈഫ് ഫുള്ള് കുറച്ച്. ആരാണ്ടൊക്കെ വെടിവെക്കുന്നുണ്ട്. ആരാന്റെയൊക്കെ വെടിവെക്കുന്നെന്നോ? ഞാൻ അവനെ നോക്കിട്ടില്ലടാ. നോക്കിട്ടിട്ട് പിന്നെ അടിക്കണ്ട. ഞാൻ എനിക്ക് ലൈഫ് ഉണ്ടായിരുന്നെ അവനെ ഞാൻ എടുത്തേനെ. 2 അടിക്ക് ഞാൻ വീണുപോയി. അവൻ വലിയ പ്ലെയർ ഒന്നുമല്ല, ബോട്ടൊക്കെ അത്. അതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. എനിക്ക് ലൈഫ് ഇല്ലാതെ നിന്ന് അടിക്കാനുള്ള ലൈഫ് ഇല്ലാതെ. അയ്യോ ഓക്കെ, മാപ്പ് പോവാൻ. മറ്റേ ഇതെടുക്ക്. ഏതാ? പെട്ടെന്ന് ഇരുന്ന് നമുക്ക് അടുത്ത കളി എടുക്കാം. കളിയാണ്ട് ഈ ഡെസർട്ടിലെ മാപ്പ് കളിക്കും. ഇച്ചിരി ടൈം എടുക്കും. ഇത് നമുക്ക് മാക്സിമം ആളിറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം നോക്കിയിറങ്ങാം. ആരാണ് വിളിക്കുന്നത്? ആരോ വിളിക്കുന്ന ആരാന്നറിയാ? എന്തോടാ? പറയടാ. ബംഗാളിയുടെ വീട്ടില് ഇല്ല, പോയില്ല. ഞാൻ ലൈവ് ഇട്ടോണ്ടിരിക്കുന്നത്. ലൈവാണോ അങ്ങളെ? പബ്ജി ബി സി ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തില്ല. എന്തോടാ കേട്ടില്ല. പബ്ജി ബി സി ലൈവാണോ? $150. നോക്കണം. ഇപ്പൊ അടുത്ത ഈ 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്പ. നമുക്ക് പോയി എന്തെങ്കിലും വള്ളി പിടിക്കാം. രാത്രി 9 മണിക്കുള്ള അരപ്പല്ല. ശരിയടാ, ഞാൻ വിളിക്കാറാ. ഇവിടെ ആളിറങ്ങുന്ന സ്ഥലമാണേ. കേട്ടോ? ആരാണ് എന്റെ അടുത്ത് ഇറങ്ങിയത്? ഞാൻ തന്നെ. ഞാൻ ഫോളോ ചെയ്തില്ലായിരുന്നു. അടി എവിടുന്നു? ഇനി ആഴ്ചാനെ എവിടുന്നായിരുന്നു? ആ ടീമേറ്റ് തന്നെയാണോ അടിച്ചെന്ന് അറിഞ്ഞൂടാ. ആരും അടിച്ചു. ടീമേറ്റ് ആണെ അറിഞ്ഞു വിട്ടാരും, ഒന്നും നോക്കണ്ട. ശരിക്ക് കൊണ്ടില്ല ഭാഗ്യത്തിന്.
ഇതാരോ ഇതിട്ടല്ലോ, നോക്കിട്ടല്ലോ. സ്മോക്ക് ഇട്ടോ? ആ അവിടെ ഇവിടെ എന്നെ ഈ ഏരിയ അടിച്ചത്. അടിയുണ്ടല്ലോ, ടോപ്പ് പിടിക്കട്ടെ. പരമണ്ണനാണ് അടിച്ചത്. പ്ലെയറിനെ കണ്ടാ? ഒരുത്തനെ ഞാൻ കൊന്നു. കൊന്നോ? ഇതിന്റെ മണ്ടൊക്കെ ഉണ്ടായി. ഓ, ഞാൻ ആ മാർക്ക് ചെയ്തെടുത്ത് എടുത്തോണ്ട് കേട്ടോ. നല്ല കിടുക്കനടി. നിനക്ക് കിട്ടിയോ അടി? പുറയിൽ അടിയുണ്ടല്ലോ. എവിടാ എവിടാ? പുറയില് എവിടെ? എവിടാ എവിടാണ്? അവനെ കാണുന്നില്ലല്ലോ ഇവിടെ. ആ കണ്ട് കണ്ടാ? കണ്ട്. സ്മോക്ക് ഇട്ട്. അവൻ ആണ്ട്രാ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരുത്ത ഇവിടെ മേളി വന്ന്. ആ ഓടാ. ഓ താഴെയായിരുന്നടാ നാറ്. എവിടെ? ഇങ്ങ് വരാവോ? താണ്ട വീട്ടിനകത്ത് വരുന്നു. ഇറങ്ങി വരുന്നു. നോക്ക്. കണ്ടോ? അടിയടാ അവനെ. അവനെ എനിക്ക് കാണത്തില്ല. അവനെ ഞാൻ കണ്ട്, തലേന്ന് കണ്ടായിരുന്നു. അവൻ ലൂട്ടാൻ വരുവാണെ അടിക്കാം. ഓ പുല്ല്. ഇവിടെ ഒരുത്തുണ്ട്. അവിടെ ഒരുത്തുണ്ട്. ആ നോക്കിയില്ല. ഉയ്യോ, അതെവിടുന്നാ? 7-7 3 നമ്പർ ഇവിടെ ബ്രോ. അവൻ നിന്റെ അടുത്തുണ്ട്. വെയിറ്റ് ആക്കും. അവൻ വന്ന് ഹീൽ ചെയ്തോളൂ. മറ്റേ തായോടി പാടവാ. ചുമ്മാ അടന്ന് കറങ്ങുന്നതേ ഉള്ളു. നമ്പർ 3 എന്ത്? അവൻ വരുവാടാ. നീ വെയിറ്റ് ആക്ക്. അവൻ അവിടുന്ന് ആ ഫൈറ്റ് എടുക്കാതെ അവന് വരാൻ പറ്റത്തില്ല. അവനിട്ട് അടിച്ചോണ്ടിരിക്കും, ഫ്രീ ഫയർ ചെയ്തോണ്ടിരിക്കും. നല്ല ടഫ് കൊടുക്കും. അവന്മാർ രണ്ടുപേരാ. മറ്റേ ഈ പയ്യൻ എന്തോ കാണിക്കോടാ. ഇവനെന്തോ കാണിക്കുന്നുണ്ട്. അടുത്തുണ്ടോ? അവൻ ഇവിടെ അവിടെ നിന്ന് ഇങ്ങ് വരാൻ എന്ത് കറക്കവും കറങ്ങിയത്. ടീമേറ്റിനൊന്ന് സപ്പോർട്ട്. ഇവൻ എന്തോ ആരെയും നോക്കുന്നേ. ഇവൻ ആരുടെ അച്ചാറാ നോക്കുന്നേ? വന്ന് നിന്നെ പൊക്കിക്കഴിഞ്ഞ ഒരാൾ കൂടെ ആവുകയെന്ന് വിചാരിക്കുമല്ലോ ഇവനൊക്കെ. ആ വന്ന് നിന്റെ അടുത്ത് എത്തുന്നു. അപ്പൊ അവൻ ചാവും. എന്തുവാട്ടാ ഇവൻ? വന്ന് അവൻ 1.5 കിലോമീറ്റർ കറങ്ങിയൊക്കെയാ വന്നെ. ഞാൻ ചത്തളം അറിയാലോ. അവിടെ എന്റെ ഇത് ഇന്റർ ബോക്സ് ഉണ്ട്. ഹീൽ ചെയ്തിട്ട് ഇവൻ നോക്കുന്നില്ല പ്രോപ്പറായിട്ട് എനിമി. അവിടെ അയക്കല്ലേ. അവിടെ നിക്കല്ലേ എന്ന് പറഞ്ഞ അവിടെ തന്നെ പോയി. കാര്യമില്ല. ഇറങ്ങി. എനിക്ക് 3 നമ്പറിന്റെ കളിയാണ്. സമയം കളയുന്നതിനാടാ. അവൻ ചിലപ്പോ അടിച്ചിട്ടാലോ ഇത്രയും പേര്. ഓ നല്ല നല്ല പ്ലെയർ ഒക്കെയാണ് അവൻ, പക്ഷെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നില്ല. ഏത് ഗ്യാങ്
ഗ്യാങ് ഹൗസോ? ഇല്ലടാ അവൻ ടൈം കളയോ വെറുതെ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കും. ഇതില്ലേ ഞാൻ ഇങ്ങനെ ഞങ്ങളെ ഗ്യാങ്ങിലെ ഹെലികോപ്റ്റർ കൊണ്ട് ഓരോരോ ഗ്യാങ് ഹൗസ് കയറി ഇറങ്ങും. അല്ലാതെ ആണെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ വീട്ടിൽ കൂട്ടി കിടക്കും. ഹെലികോപ്റ്റർ ആകുമ്പോ 10-30 ആവുന്ന വരെ. നമുക്ക് ഇറങ്ങാം, കാര്യമില്ല. ലീവ് കൺഫേം. ഓക്കെ സെറ്റ്. നാളെ അടുത്ത് ക്ലാസ് ഒന്നും ഇല്ലല്ലേ? ജയന്തിയാ, ശ്രീനാരായണ ജയന്തി അല്ലേ? ശ്രീനാരായണ ജയന്തിയാ? പിന്നെ ആണാ? ആണോ? കൃഷ്ണ ജയന്തി അല്ലേ? എനിക്കറിയത്തില്ല. എന്തോ ഒരു ഒരാള് ജയന്തിയാ. പറയുന്ന കേട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതാ ഏതൊക്കെ ഇതായ ജയന്തി ആയാലും ലീവ് കിട്ടിയാ മതി. നാളെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ശ്രീകൃഷ്ണ ജയന്തിയാ അല്ലേ? ഇല്ല പിന്നെ അവന്റെ കളി കണ്ടോണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളടാ. വെറുതെ അവനാണെങ്കിൽ കളിക്കത്തില്ല. എന്ത് ജയന്തിയാ നാളെ? നാളെ ശ്രീകൃഷ്ണ ജയന്തി. നാളെ മോളെ കൊണ്ട് ഇവിടെ ചെല്ലണം. എന്നാ നാളെ ലീവൊന്നും ഇല്ല. ലീവുണ്ട്. കൃഷ്ണനായിട്ട് ഒരുക്കാൻ ലീവ് ഒന്ന് പോടാ അവിടുന്ന്. ഞങ്ങൾക്ക് ലീവുണ്ട്. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. മര്യാദക്ക് നാളെ ക്ലാസ്സിന് നോക്കൂ. അതുകൊള്ള നാളെ ക്ലാസ് ഒന്നും ഇല്ല. ഞങ്ങളെ ക്ലാസ് ഉണ്ട് ഇല്ല. പോടാ പട്ടാണ്. നാളെ ക്ലാസ് ഒക്കെ ഉണ്ട്. നാളെ പഠിത്തമൊക്കെ ഉണ്ട്. ഞങ്ങളെ ടീച്ചർ പറഞ്ഞല്ലേ ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞല്ലേ നാളെ? നാളെ ഒഫീഷ്യലായിട്ട് മറ്റേ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ ഇതുവരെയൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ല അവധി. ഞങ്ങളുടെ സബ്ജക്ട് സർക്കാർ അവധി പ്രഖ്യാപിക്കാതെ ഇപ്പം വേണമെങ്കിൽ ഈ ടീക്കകത്ത് ഇറങ്ങാം. വന്നോ ഞങ്ങളുടെ കേക്കുന്ന ഇതേടാ ഞങ്ങളുടെ പബ്ലിക് സർക്കാരിന്റെ അല്ല. എടാ എന്തോ ആയാലും സർക്കാർ അവധി പ്രഖ്യാപിക്കണം. ഈ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ സർക്കാരാണ് ഈ സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലായി? സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള വിദ്യാഭ്യാസ രീതികൾ അവിടെ നടക്കും. നമുക്കറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ലീവാണ്. ടീ പിടിക്കുന്നുണ്ടോ? ആരാണേലും ചോറ് തന്നെയല്ലേ ഉണ്ടെന്നേ അല്ലേ? അതൊന്നും നമുക്കറിയണ്ട. നമുക്ക് നാളെ ലീവ്. നാളെ ലീവ് അവിടെ ഇരിക്കത്തേ അല്ലേ? എനിക്ക് നാളെ ലീവ്. വേറെ ആർക്കും ഇല്ലെങ്കിൽ എനിക്ക് മാത്രം നാളെ ലീവാണ്. നിനക്ക് മാത്രമായിട്ട് തരും. ഞാൻ പോത്തില്ല. ഞാൻ പറയുന്നത് ജയന്തി നാളെ പഠിത്തമില്ല. ശ്രീനാരായണ ജയന്തി അല്ലേ? അതാണ് നീ ശ്രീനാരായണ ജയന്തി ആദ്യം പറഞ്ഞത്. ഇല്ല നമുക്ക് ആരെയും നാളെ ക്ലാസ്സിലുണ്ടോ? ഞാൻ ഹലോ ആരെ നാളെ പഠിത്തമില്ല. നാളെ ശ്രീകൃഷ്ണ ജയന്തി എല്ലാരും പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്ന് ഫോളോ ചെയ്തില്ലേ ഇതുവരെ? അയ്യോ എവിടുന്നാ ഈ ശ്രീകൃഷ്ണ ഇറങ്ങി കാണും. ഇപ്പൊ അവരിറങ്ങി. താഴെ 3 പേര്. 3 അല്ല, ആൾക്കാരെ കണ്ടോ നീ? ഇതോ ഫോളോ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം ഇതാ. അയ്യോ ഒരുത്തന്നാണ്ട് അവിടെ തന്നെ വന്നിറങ്ങി. അയ്യോ തീർന്ന് അവന്റെ മൂട്ടിലിറങ്ങുന്നത്. എത്ര ഇതുണ്ടായിരുന്നു സിറ്റുവേഷൻ. അവന്മാര് പേടിച്ചു പോയി. ഞങ്ങളുടെ സിറ്റിയില് KV വേഴ്സസ് TVI. ഞാൻ KV. അവന്മാരെ പേടിച്ചങ്ങ് ഓടി. ലൈവാ, വലുതായിട്ടൊന്നും പറയണ്ട. അങ്ങളെ ഞാനേ പറയട്ടെ. വാസുവണ്ണൻ തിരിച്ചു വരുന്ന RP-യില്.
ഞാൻ എന്തുവാടാ പറഞ്ഞ, നീയൊക്കെ അന്നേരം പറഞ്ഞ അല്ല അല്ല സ്റ്റോറി ഇവിടെ നീ ആയിരുന്നു ഞാൻ അപ്പൊ അടിച്ചു കൊന്നേനെ. പേടിപ്പിക്കല്ലേ. ആണ്ടൊരു മിസൈൽ കിടക്കുന്നത് എടുത്തങ്ങ് വെടിവെച്ചാലോ പൊട്ടിച്ചാലോ മാറുന്ന നേരെ. അങ്ങനെ പറ്റത്തൊന്നുമില്ല. ഓ വരോള ബാ 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 ആണ്ട ഞാൻ Support വാ. രക്ഷിക്കാമെന്ന്. ചാടുന്നു ചാടുന്നു ചാടുന്നു. ആ അത്രേ ഉള്ളു. ബാ 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 ഓടി വാ ഓടി വാ ഓടി ഓടി വാ പൊക്ക് പൊക്ക്. ഓടി വാ പൊക്ക് ഇവിടുന്ന്. ആ അയ്യോ. ഫ്രണ്ട്ലി ഫയർ ഫ്രണ്ട്ലി ഫയർ. ഈ നാറിയാടാ അടിച്ചത്. ഈ ടീമേ ഈ നാറി ഫ്രണ്ട്ലി ഫയർ ആയിരിക്കും അടിച്ചേ. അല്ല ബാഗ് എന്നെ എവിടെ നിന്ന് അടിച്ചേ? ഞാൻ ഇവിടെ കവർ ചെയ്ത് നിക്ക. അപ്പൊ എന്നെ അടിക്കാൻ ചാൻസ് ഇല്ല. എന്നെ കൊന്നില്ല. എന്നെ കൊന്ന അവന് കില്ല് കിട്ടും. അവനെ പൊക്കുകയും ചെയ്ത്, അവനെ മറ്റവനെ പൊക്കുകയും ചെയ്ത്. പൊക്കി അതെങ്ങനെ? മറ്റേ ഇവൻ നോക്കിട്ടവനെ ഓ ഫ്രണ്ട്ലി ഫയർ ഉണ്ടാക്കാൻ വന്നവൻ എന്ത് വാഴക്ക പൂള് കളിക്കുന്നു. റിപ്പോർട്ട് അടിക്കണം. കളിക്കരുത്. ചീറ്റിംഗ് അടിക്കുക അല്ലേ? ചീറ്റിംഗ് അല്ല, ഫ്രണ്ട്ലി ഫയർ ഉണ്ട്. ഉണ്ടോ? അയ്യോ പൊട്ടി 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 പൊട്ടി. അത് ചീറ്റിങ്ങിനകത്തല്ലേ കിടക്കുന്നത് ഫ്രണ്ട്ലി ഫയർ? ആ ചത്ത്. ഇല്ലടാ മറ്റവൻ ഇല്ലടാ, ചെയ്യാൻ പറ്റത്തില്ലടാ. മറ്റവനും ചത്തു, നമ്മുടെ ടീം മൊത്തം ചത്തു. ആ ടീം മൊത്തത്തിൽ ചത്തല്ലേ? ഇപ്പൊ ചെയ്യണ്ട, പാവം ജീവിച്ചോട്ടെ. മറ്റേമാർക്ക് വീഴത്തോ. അഖിൽമാരും ശരിക്കുള്ള ന്യൂസ് ആണോ അത് വേറെ എന്തിനാണോ? കുറച്ചു നേരം കളിക്കുക. ഇതിനകത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അഖിൽമാരാര് സിദ്ദിഖിന്റെ വിഷയം ഇത്ര ഇത് സീനാണോ? ഇച്ചിരി സീനാണ്. അവള് നേരത്തെ 2 പ്രാവശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? ശരിക്കും നടന്ന കാര്യമാണോ അതോ ചുമ്മാ എന്ത് വന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ആവാനൊക്കെ ചാൻസ് ഉണ്ടാ. ഇമാരൊക്കെ ഈ പണത്തിന്റെ പ്രശസ്തിയുടെ ഒക്കെ പുറത്ത് കിടന്ന് എന്തൊക്കെ കാണിക്കുന്നെന്ന് ആർക്കറിയാം. മമ്മൂട്ടിയെ കുറിച്ച് വന്ന റിപ്പോർട്ടുകൾ ഉണ്ടില്ല, ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളെന്ന് പറയും. മമ്മൂട്ടിയെ കുറിച്ച് മറ്റേ ഒരു വസ്ത്രാലങ്കാരം ചെയ്യുന്ന ഒരാൾ പറഞ്ഞു കേട്ടില്ലേ, സെറ്റിന് ഏറ്റവും വില കൂടിയതും ബെസ്റ്റുമായിട്ടുള്ള ഡ്രസ്സ് മമ്മൂട്ടിക്ക് തന്നെ ഇടാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇയാളെ താഴെ വയ്ക്കുന്ന ഏത് ക്യാരക്ടറിന് കോസ്റ്റ്യൂം കൊണ്ടുവന്നാലും അത് ഇയാൾ നോക്കിയിട്ട് അത് റിജക്ട് ചെയ്ത് കളയും. മനസ്സിലായി? പൃഥ്വിരാജിനെ ഒരു സമയത്ത് വളഞ്ഞിട്ട് ആക്രമിച്ച ടീമില് ഇവരെല്ലാരും ഉണ്ടായിരുന്നു. സിനിമ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ മറ്റേ പ്രണവിന് മാത്രമുള്ള അല്ലേ പുള്ളിക്കാരന് സിനിമയിൽ അഭിനയിക്കണമെന്നില്ല. നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. ഇവനിപ്പോ നമ്മളിപ്പോ സിമ്പിളായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ ഞാൻ തന്നെ പറയാം, എന്നെ കണ്ട ഒരു മാന്യനാന്ന് പറയാം, എന്നെ കാട്ടി കൂറ വേറെ ഇല്ല. ഏതാ അത്രേ ഉള്ളടാ സംഭവം. ഞാനിപ്പോ എന്റെ സംസാരവും ഞാൻ കുറച്ചേരം ഇടപെടുന്ന വെച്ചോണ്ട് എന്നെ ഒരിക്കലും വിലയിരുത്താൻ പറ്റത്തില്ല. അല്ല പക്ഷെ അവനൊക്കെ പൈസയുടെ അങ്ങേയറ്റുള്ളവനാ. അതിന്റെ ഒരു ഇതുപോലെ ടെന്റിൽ പോയി കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അല്ലേ. അവനിപ്പം
അവന് വേണം, അവനെ അപേക്ഷിച്ച് അവന് ജോലിക്ക് പോകണ്ട, കുടുംബം നോക്കണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട് അന്ത കോടിക്കണക്കിന് രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ടേപ്പുണ്ട്. ഇവൻ എവിടെ വേണേലും കറങ്ങാൻ പോവാം, മനസ്സിലായ? നമ്മൾ ഈ പ്രായത്തിൽ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ വീട്ടുകാര് എടാ നീ ആലോചിച്ച് നോക്ക്, അല്ല ഇവൻ അച്ഛന്റെ പൈസ എടുക്കുന്നില്ല, ഓക്കെ, ഇവൻ പോകുന്ന വഴിക്ക് എന്തേലും വർക്ക് ചെയ്ത് ഇവൻ പൈസ ഉണ്ടാക്കി അതിൽ ഇവൻ ആർക്കേലും എന്തേലും ചെലവിന് കൊടുക്കാനുണ്ടോ? ഇല്ല. അല്ല ഇവൻ നാളെ ഒരു കല്യാണം കഴിക്കുമ്പോഴാ ഇവൻ ആ ലൈഫ് എൻജോയ് ചെയ്യാം. നാളെ കല്യാണം കഴിക്കുമ്പോ പിന്നെ ഇവന് ജോലി തന്നെ സിനിമയിൽ അഭിനയിക്കും. ഇവന് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. ഇവന്റെ അച്ഛന്റെ ഇത്ര ഇതായതുകൊണ്ട് പോപ്പുലർ ആയതുകൊണ്ട്. നമ്മളൊന്നും അതുപോലെ അല്ല. ഇവന്റെ എത്ര പടം പൊട്ടി, എന്നിട്ട് അവനെ വെച്ച് പടം എടുക്കുന്നില്ലേ? വേറെ കാര്യങ്ങൾ ശ്രീനിവാസനെ സമ്മതിക്കുന്നത് അവനെ കൊണ്ട് സിനിമ എഴുതി, അത് നല്ല കിട്ടുമായിട്ടല്ലേ. എടാ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ്. നീ ആലോചിച്ച് നോക്കും, പഴയ മോഹൻലാലിന്റെ ഒരു വിധപ്പെട്ട വിജയിച്ച സിനിമകളെല്ലാം ശ്രീനിവാസനാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്, മനസ്സിലായി? അപ്പൊ ആ ഒരു മെത്തേഡ് തിരിച്ചിവിടെ കൊണ്ടുവരുന്നു, അത്രേ ഉള്ളു, വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. വേറെ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. ആ ഒരു മെത്തേഡ് അവന്മാർ ഇവിടെ 200 അടിച്ചു. എന്തോ 205 വ്യൂസോ സബ്ബോ അത് കേറിക്കോളും. ഏതോ ഒരു നിന്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട്, ക്ലിക്ക് ആവുന്നതിനകത്ത് സബ് കേറിക്കോളും. ഇൻസൈഡ് 188 വ്യൂസ് ആയി കേട്ടാ. ഇൻസൈഡിൽ നല്ല വ്യൂസ് ഉള്ള സാധനമാണോ, മനസ്സിലായോ? എനിക്കിനി വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റൈസ് ഉണ്ടായിരുന്നേ, ചിക്കനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബീഫും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, രണ്ടും കൊള്ളാം. ഫോളോ നീ ആദ്യമേ ഫോളോ ചെയ്യും, അവസാനം ഫോളോ ചെയ്ത് നമ്മള് കഴിഞ്ഞാല് പെട്ടുപോയി. സെറ്റായി. ഇപ്പൊ സെറ്റായി. അയ്യോ ഇത് എന്ത് പെട്ടെന്ന് അടിക്കാൻ പറ്റും ഇയാളെ, ഈ പെണ്ണിനെ കാണോ? ഞാൻ മാർക്ക് ചെയ്യുന്ന എങ്ങനെ നിന്നാലും അടിച്ചിടത്തില്ലേ അല്ലേ? എവിടെ കാണാൻ പറ്റൂടാ, എവിടെ പോയി പാത്തിരിക്കും, എങ്ങനെ നിന്നാലും അടിക്കും. ഏറ്റവും കൂടുതൽ ലൂട്ടുള്ളവർക്ക് ചാടാം. 4 നമ്പർ ഒറ്റയ്ക്കെങ്ങാണ്ട് പോയിട്ടുണ്ട്. എന്റെ പുറത്താടെ കൂട്ടുള്ള ഡ്രസ് കളർ ഏകദേശം അതേ കളർ. ഷോപ്പോളം എടുത്ത് പെട്ടെന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്തു. എനിക്കാണെങ്കിൽ അടിയിൽ ആളുണ്ട്. 1-ാം നമ്പർ ആയിരുന്നു, എടാ ഞാൻ പെട്ട്. എന്ത് പറ്റി? ആളുണ്ടോ? ആളുള്ളിടത്ത് ഇറങ്ങി. ആളിന്റെ അല്ല, എനിക്ക് നല്ല ലാഗ് അടിക്കുന്നു. ആളിന്റെ സീനല്ല, എന്തുകൂടാ ഗണ്ണെന്ന് പറയുന്ന സാധനം ഇല്ല, നല്ല ലാഗ് എനിക്ക്. ഞാൻ ഇഷ്ടംപോലെ ഗണ്ണുള്ളിടത്ത് ഇറങ്ങി അടിയായി രക്ഷപ്പെട്ട്. ഏത് ഗണ്ണ് വേണേലും നോക്കിയെടുക്കായിരുന്നു. കാർ 98 ഇതൊക്കെ ഗണ്ണ എവിടെ കിടക്കുന്ന ഇവിടെ എനിക്ക് ഭയങ്കര ലാഗ്, അട്ട ലാഗ്. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റത്തില്ല. മുമ്പേ നല്ല ലാഗ് ഉണ്ടായിരുന്നു, അതെന്തോ പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ലാഗ് വരും. 4-ാം നമ്പർ നോക്ക്. നമ്മുടെ അടുത്താണ് ഇറങ്ങിയത്. അല്ലല്ല ദൂരെ എവിടെ? ചത്ത്. അന്നേരം ഇറങ്ങുകയും ചെയ്തു. അറിയാം, പിന്നെ നിന്നിട്ട് കാര്യമില്ല. നമ്മളെന്തായാലും അവിടെ വരെ പോയി നോക്കാനേ പോകും. സ്കോപ്പ് കിട്ടിയായിരുന്നെങ്കിൽ. നല്ല ലാഭമുണ്ട്. മറ്റേ ഇത് കിട്ടി, നമ്മുടെ എന്ത് ലാഭമാണത്?
എന്ത് പിഴച്ച ലാഗത്. സ്നൈപ്പർ കിട്ടി. അപ്പുറത്തെ അടിയുണ്ട്. അവന്മാരൊന്ന് അടിക്കാനൊരു സ്കോപ്പ് കിട്ടിയായിരുന്നു. പുല്ല് സ്കോപ്പെന്ന് പറയുന്ന സാമാനം ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ കിട്ടിയില്ലേ നോക്കിയതുവരെ? ടോക്കൊക്കെ കിട്ടി. സ്കോപ്പടാ. ആ സ്കോപ്പ് എനിക്കും കിട്ടിയില്ല. കിട്ടി. അത് വെച്ച് അടിക്കാൻ പറ്റുമെന്ന് നോക്കത്തില്ല. നമ്മളെ അല്ലല്ലോ അടിക്കുന്നേ, ആരാണ്ടേ അടിക്കുന്നു. ആർക്കറിയാം. എനിക്കാണെങ്കിൽ ഒടുക്കത്തല്ല ആകില്ല. ആകാണ് സഹിക്കാൻ പറ്റാത്ത. എല്ലാം ആകാത്. ഇവിടെ ആണെങ്കിൽ മൊത്തം ലെവൽ 3 ബാഗും ഉണ്ട്. എല്ലാ വീട്ടിലും ലെവൽ 3 ബാഗും ഉണ്ട്. പക്ഷെ ഒരിടത്തും ഒരു എനിക്ക് ബാഗ് ഇതുവരെ കിട്ടിയില്ല. ബാക്കിയെല്ലാം കിട്ടി. ബാഗ് കണ്ട് ഇതിനകത്തുണ്ട്. ആ ഇപ്പൊ കിട്ടി. ഞാൻ നിൽക്കുന്ന ലെവൽ 2 ബാഗ്. ലെവൽ 3 ബാഗ് ഒക്കെ കിടക്കുന്നു. ഇനി എല്ലാമാരും ഞാൻ പേടിക്കാൻ പോവാ. അത്യാവശ്യം ലൂട്ടായി. ഞാൻ ചാവല്ലേ. എന്തുവാണത്? എന്ത് ലാഗ് അടിക്കുന്നേ? നല്ല ലാഗാ. ഭയങ്കര ലാഗ്. എനിക്ക് ലാഗ് കുറഞ്ഞിപ്പോ. എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതായിട്ട് നോക്കി കിടന്ന് അവസാനം ഒരു സ്കോപ്പ് കിട്ടും. മൊട്ടക്കുന്നിന് മേളിൽ കയറിയാൻ. മൊട്ടക്കുന്നിന് മേളിൽ കയറി. നീ എവിടാ? ഞാൻ ഏറ്റവും ടോപ്പില്. അവിടെ ആളാ. ഇവിടെ ആളുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് എന്തൊരു ലാഗാന്നറിയ. ഭയങ്കര ലാഗ്. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ അടുത്ത് വന്ന് നോക്കുന്നത്. ലോങ്ങാ. നമുക്ക് അമ്മരെ അടിക്കാൻ പോവാ. ലാഗും പഴവും ബഗ്ഗി കിടപ്പുണ്ടാ. അവനാ ബഗ്ഗി എടുത്ത്. ബോട്ട് കണ്ട എന്തുവാ കിടന്ന് കാണിക്കുന്നു. ഓപ്പണിങ് കൊണ്ട് നിർത്തി. ഇവനിട്ട് നല്ല അടി കിട്ടിയായിരുന്നു. ബോട്ടിന്റെ ഒരു അഹങ്കാരം. ബോട്ടാണോ ഈ അടിക്കുന്നത്? ഇത് ബോട്ടാണോന്ന് അറിയത്തില്ല. അടിക്കുന്നത് ബോട്ടാണ്. പരമണ്ണ ഞാൻ ഇപ്പുറത്തൂടെ കേറിയേ. പരമണ്ണനിട്ടാണോ? എവിടെ നിക്കുന്നമാര്? ബോട്ടാടാ, ഞാൻ കണ്ട്. നല്ല അടി അടിക്കുന്നുണ്ടോ ബോട്ടാണ്. ബോട്ട് ഇങ്ങനെ അടിക്കോ? അവനെ നോക്ക് ചെയ്താണ്. നോക്കാക്കിയോ?
അതാരാ സ്നൈപ്പ് ചെയ്ത, നീയാണോ? ഞാനില്ല, സ്നൈപ്പർ ഉണ്ടെന്നേ ഉള്ളു, ഞാൻ ഇതിനെ കണ്ടുപോലും ഇല്ല. ഇവിടെ ഒരു നാറി ഉണ്ട്. എവിടെ മാർക്ക് ചെയ്ത്? എനിക്ക് മാർക്ക് ചെയ്യാൻ, ഞാൻ ആദ്യം ഹീൽ ചെയ്തോട്ടെ. എവിടാടാ നിങ്ങളെവിടാടാ? ഞാൻ ഇവിടെ ഉണ്ട്. എവിടാ നീ? എവിടെ നിൽക്കുന്നു? മേളില് ഇവിടെ. എവിടെ? അതെ, ഞാൻ തന്നെ എടുക്കുമല്ലോ. എന്നെ നേരിട്ട് പേടിപ്പിക്കുന്നു നാറി. എടുത്തോനെ എടുത്ത് എന്നാ ലാഗിന്റെ പുറത്ത് കളിച്ചത് സ്ക്വാഡേ വൈപ്പായി. പോയി തവണ എന്നെ ചെറമിത്തവണ പരമണ്ണ. അത് അവിടെ ഒരു ചെറിയ അടി. അത് ഇത് പൊട്ടിക്കണം. എവിടൊക്കെയോ ചുറ്റും കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അവിടുന്ന് കേൾക്കുന്നു ബാക്കി. ഇവിടുന്ന് സ്നൈപ്പ് ചെയ്യുന്ന ശബ്ദമാണ്. പരമണ്ണാണോ സ്നൈപ്പ് ചെയ്യുന്നത്? മയില് പൊട്ടിക്കാൻ നോക്കിയാ പൊട്ടുന്നില്ല. എന്തോ ചെയ്തിട്ട് എന്തൊരു മൂച്ചി ലാഭണോ അത്? ലവൻ ലൈവ് കാണുന്നില്ലല്ലോ. ആര്? ലവൻ പോയില്ലേ ഡിസ്കോഡില്? ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ലൈവ് കൂടെ ചെയ്യുന്നുണ്ടോ? ആ ലൈവ് നിർത്തിക്കോ. അവൻ പോയി. നിർത്തി ലാഗ് മാറി അങ്ങ്. അത്ര പ്രോസസ് ചെയ്ത് റെൻഡർ ആവണ്ടേ? എന്നാ ബാക്ക്ഗ്രൗണ്ട് 50,000. അതിനകത്ത് നീ എന്താ അവിടെ നിന്ന് പോരുന്നു? ലാഗ് എന്തുമാത്രം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആകെ മിക്കവാറും ഫുള്ളായിട്ട് മാറും. കുഴപ്പമുണ്ട്. തിരിച്ചവിടെ ഓയ്യോ, എവിടുന്നാ അടി? എവിടുന്നാന്ന് കണ്ട് ഞാൻ. എവിടുന്നാ? എനിക്ക് അത്ര ദൂരം സ്കോപ്പ് ചെല്ലുവോന്ന് അറിയത്തില്ല. നോക്കാം. ഇവിടെ കണ്ടോ? എന്റെ മാർക്കിങ് ഉണ്ടോ? നല്ല ഷോർട്ട് റേഞ്ച് ഫൈറ്റ് വന്നല്ലോ ഇവിടെ. അവന്റെ 3-ാം നമ്പറിന്റെ അടുത്ത്. അല്ലല്ലാണ്ട ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്. അവനാണ് നിന്നെ അടിച്ചോണ്ടിരുന്നത്. അവന്റെ 6x എങ്ങാണ്ട് സ്കോപ്പാന്ന് തോന്നുന്നു. എന്റെ മാർക്കിങ് ഉണ്ടോ?
ബാക്കിലും ആളുണ്ട്. മാറി മൈൻഡ് അങ്ങോട്ട്. അവിടെ ഒന്നും കാണാൻ പോലും ഇല്ലല്ലോ. അവനെ നോക്കണ്ട, നമുക്ക് ഇപ്പൊ ഈ ഫ്രണ്ടിൽ നടക്കുന്ന അടിയെടുക്കുമ്പോ. അയ്യോ പോരെ പോരെ, അവിടെ നിക്കണ്ട. അവന്റെ സിക്സസിന്റെ സ്കോപ്പ് കണ്ട. അവൻ തന്നെ അടിക്കുന്നു. അയ്യോ എന്നെ അടിയാ അടിച്ച. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട്. അയ്യോ തീർന്ന്. എവിടുന്ന് കിട്ടിയേ? ആ സൈഡിന്ന് എവിടുന്ന്. അന്നേരം നമ്മള് കഴിച്ചില്ലായിക്കോളണം. അല്ല അമ്മാര് നമ്മുടെ അടുത്തോട്ടാ വരണ്ടേ. വെയിറ്റ് ആക്ക്. അങ്ങോട്ട് പോലെ, ഞാൻ നിന്ന സ്ഥലത്തോട്ട് പോലെ. എവിടെ ഇരിക്കാനാ? അമ്മാര് വരില്ല. അമ്മാര് ഇതുവഴിയേ വരത്തുള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കാം, ക്യാമ്പ് ചെയ്യാം. അമ്മാര് വേറെ ഫൈറ്റ് എടുക്കുവാണോ അത് നമുക്കിട്ട് അടിക്കുവാണോ? വേറെ ഫൈറ്റും ഉണ്ട്, രണ്ടും ചെയ്യും അമ്മാര്. അപ്പൊ അന്യ പ്ലെയർ വരുന്നതിന് മുമ്പേ അടിക്കണം. ഓയ്യോ കണ്ടാ വേണ്ട. അതുകൊണ്ട് അങ്ങാ അവിടെ അവൻ ഓടെ സോണി കയറണം. എനർജി ഡ്രിങ്ക് ഒന്നുമില്ല, അതൊക്കെ അടിച്ചു. അടി പൊന്നു. കരുമണ്ണ കണ്ട് ആണ്ട് ഇവിടെ ഉണ്ടോ? ഞാൻ കണ്ട് അവന് ചെറിയൊരു പൊടിക്ക് കണ്ടു. ഒരുത്തൻ നോക്കാന്നേ. നോക്കായോ? അവന്റെ വെറുതെ വിട്ടാ പറ്റത്തില്ല. കുറച്ച് പകുതി അസുഖം തീർന്നോ? ചെറുതായിട്ടൊന്ന് വലിഞ്ഞ ഞാനും വലിയ. എന്താടാ അത് ഓടാൻ പറ്റത്തില്ല, ആകെ അടിക്കുന്നടാ. ഞാൻ അങ്ങനെ വലിയാന്നല്ല ഉദ്ദേശിച്ചേ. ഞാൻ ഇപ്പുറത്ത് വന്നിരുന്നു. പണിവാളി ഈ സോണി പെട്ട നമ്മള് ചത്തു ഉറപ്പാ. അമ്മാർക്കും സോണി വരണം. പരിപണ്ണ എന്റെ സപ്പോർട്ട് ചെയ്യൂ. കണ്ടോ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇല്ലില്ല. അമ്മാൻ അവിടെ നിന്ന് അടിച്ചോണ്ടേ ഇരിക്കുവാടാ. നീ അവിടെ നിന്ന് അവന് ഫൈറ്റ് എടുക്കാൻ പറ്റുമെന്നോ? അടിച്ചു. ആ അത്ര വേറെ ഇവിടുന്ന് കിട്ടി. ഞാൻ ചത്ത് ഇവിടെ കിടക്കുവോ? എനിക്ക് കില്ല് കിട്ടിയിട്ടേ ഞാൻ ചാവുള്ളൂ. എനിക്ക് കില്ല് വേണം. അവൻ ചാവ്. അവന് പൊക്കുവോ? ഇതാറി ഇവര് പൊക്കില്ല. അവിടെ ഉണ്ടോ? ഇല്ല, ചത്ത്. ഈ സോണിന്ന് പെട്ടെന്ന് ലൈഫ് ചെയ്യും. ആവുന്നില്ലല്ലോ. പിന്നെ ഇവനെ ശ്രദ്ധിച്ചില്ല. അവന്റെ കളിയൊന്ന് കണ്ടു നോക്കുന്നോ? കളിയൊന്ന് കണ്ടു. കാണാനൊന്നും ഇല്ല. അവന്റെ ചത്ത്. അവൻ ഗണ്ണൊക്കെ രണ്ടും പുറകെ വെച്ച്
ഡാൻസ് കളിക്കുന്നു. ഡാൻസ് ഐ ആം എ ഡിസ്കോ ഡാൻസർ ജിന്ദഗി മേര ഗാന. 20 10:30 ആകുമ്പം